ഷാർജയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശി അതുല്യ ഭർത്താവ് സതീഷിൽ നിന്ന് നേരിട്ടത് അതിക്രൂര പീഡനം. മരിക്കുന്നതിന് തൊട്ടു മുൻപ് അതുല്യ സഹോദരിക്ക് അയച്ച ശബ്ദ സന്ദേശം പുറത്ത് സഹിക്കാൻ പറ്റുന്നില്ലെന്നും ധൈര്യമില്ലാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്യാനാകുന്നില്ല എന്നും ശബ്ദ സന്ദേശത്തിലുണ്ട്. ഇന്നലെ നീ വിളിച്ചു വെച്ചതിന് ശേഷം ഞാൻ അമ്മയെ വിളിച്ചിടി. അയാളെ ഉറങ്ങാനായിട്ട് കിടന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ അടുത്ത് മിണ്ടാത്തൊന്നുമില്ലായിരുന്നു. ഞാൻ താഴെ കിടക്കുമായിരുന്നു. ചവിട്ടി കൂട്ടി തന്നെ. എനിക്ക് വയ്യാടി, അനങ്ങാൻ വയ്യ. വയറെല്ലാം ചവിട്ടി. ഇത്രയൊക്കെ കാണിച്ചിട്ട് അയാളുടെ കൂടെ തന്നെ അയാളുടെ കൂടെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. സഹിക്കാൻ പറ്റുന്നില്ല. സൂയിസൈഡ് ചെയ്യാൻ പോലുള്ള ധൈര്യമില്ല എനിക്ക്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ടി ബിനോയ് ചെയ്യുന്നുണ്ട്. ബിനോയ്, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഭർത്താവ് സതീഷിൽ നിന്നും നേരിട്ടത് അതിക്രൂര പീഡനമാണ്. കൂടുതൽ വിവരങ്ങൾ. വെള്ളിയാഴ്ചയാണ് അതുല്യയെ ഫ്ളാറ്റിൽ ആത്മഹത്യ നിലയിൽ കണ്ടെത്തിയതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. എന്നാൽ ഇത് ആത്മഹത്യയാണെന്ന് അംഗീകരിക്കാൻ അടുത്ത ബന്ധുക്കൾ ആരും തന്നെ തയ്യാറല്ല. അതുല്യയുടെ സഹോദരി ഷാർജയിൽ തന്നെ തൊട്ടടുത്ത് താമസമുണ്ട്. ഒപ്പം അച്ഛനും അമ്മയും ഒക്കെ നാട്ടിലാണെങ്കിൽ തന്നെയും എല്ലാ ദിവസവും അതുല്യയുടെ ക്ഷേമവിവരങ്ങൾ ഇവർ അന്വേഷിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ സതീഷിൻ്റെ ക്രൂരമായ പീഡനങ്ങളൊന്നും തന്നെ ആ പെൺകുട്ടി പുറത്തു പറയാറില്ലായിരുന്നു. ഇപ്പോൾ അതുല്യയുടെ അടുത്ത കൂട്ടുകാരിക്ക് അയച്ച ഒരു ശബ്ദ സന്ദേശമാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അതിൽ വളരെ കൃത്യമായി ആ പെൺകുട്ടി പറയുന്നുണ്ട്, അമ്മയോട് പോലും ഫോണിൽ സംസാരിക്കാൻ അനുവദിക്കില്ല. രാത്രി തറയിൽ കിടന്നുറങ്ങുമ്പോഴേക്കും മൂടി പുതച്ച് കിടന്നാണ് അമ്മയ്ക്ക് ഫോൺ ചെയ്യാറുള്ളത്. ഒപ്പം വല്ലാതെ വയറിലൊക്കെ ചവിട്ടിയിട്ടുണ്ട്. അനങ്ങാൻ വയ്യ, സഹിച്ച് മുന്നോട്ട് പോകുന്നു. ആത്മഹത്യ എനിക്ക് ധൈര്യമില്ല എന്നൊക്കെ തുടങ്ങുന്ന വാക്കുകളാണ് ആ പെൺകുട്ടി പറയുന്നത്. വളരെ ഹൃദയഭേദകമായ ഒരു ശബ്ദ സന്ദേശമാണ് അത് നമുക്ക് പറയാൻ കഴിയും. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ബന്ധുക്കൾ പറയുന്നത് അതുല്യ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, ഇതൊരു കൊലപാതകം തന്നെയാണ്, അതിന് പിന്നിൽ ഭർത്താവ് സതീഷ് തന്നെയാണെന്നും വ്യക്തമാക്കുന്നു. 11 വർഷം മുമ്പാണ് അതുല്യയെ സതീഷ് വിവാഹം കഴിക്കുന്നത്. അദ്ദേഹം അവിടെ സതീഷ് ഷാർജയിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലെ സിവിൽ എഞ്ചിനീയറാണ്. ഈ അതുല്യയ്ക്കും സമീപകാലത്ത് അവിടെ ചെന്നതിന് ശേഷം ഒരു ജോലിയൊക്കെ തരപ്പെടുത്തിയിരുന്നു. പുതിയ ജോലിക്ക് പോകുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിനിടയിലാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നാളെയോടുകൂടി തന്നെ ഇത് മരണവുമായി ബന്ധപ്പെട്ട ഷാർജ പോലീസിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങും എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അനുജത്തിയുടെ മൊഴി നാളെ രേഖപ്പെടുത്തും. അതിനുശേഷം മറ്റ് നടപടിക്രമങ്ങളിലേക്ക് നീങ്ങും. ഇത് നിയമപരമായുള്ള നടപടിക്രമങ്ങൾ ഇങ്ങനെയാണ്. ഇനി ഒന്നുകിൽ എംബസിക്ക് അവർ പരാതി നൽകണം. ഇത്തരത്തിൽ ഈ മരണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ട്, ഇത് കൊലപാതകമാണെന്ന് സംശയിക്കുന്നു. ആ കൊലപാതകത്തിന് പിന്നിൽ അതുല്യയുടെ ഭർത്താവ് സതീഷാണെന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു മൊഴിപ്പകർപ്പ് പോലീസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണം. ഇതെല്ലാം ഷാർജ പോലീസിന് നൽകിയാൽ മാത്രമേ നിയമപരമായി അവിടെയുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അതുല്യയുടെ മൃതദേഹം കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരു ചെറിയ അനിശ്വാസം നിലനിൽക്കുന്നു. കാരണം ഇതൊരു കൊലപാതകമാണ് എന്ന് ബന്ധുക്കൾ ശക്തമായി ബാധിക്കുന്ന അല്ലെങ്കിൽ ശക്തമായി അവർ വാദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു പോലീസ് നടപടിക്രമങ്ങൾ ഇവിടെയും ആവശ്യമാണ്. സംസ്ഥാന പോലീസ് ഇന്നലെ തന്നെ കേസെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ചവറ തെക്ക് ഭാഗം പോയ SHO ആണ് അവരുടെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തിയത്. അതിൽ വ്യക്തമായി പറയുന്നുണ്ട്, വലിയ തരത്തിലുള്ള ഗാർഹിക പീഡനത്തിന് അതുല്യ ഇരയായിരുന്നു. വിവാഹം 11 വർഷം മുമ്പാണ് നടന്നതെങ്കിലും അന്ന് മുതൽ തന്നെ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഈ പെൺകുട്ടിയെ പല പ്രാവശ്യം കൊടിയ പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട്. വലിയ തരത്തിലുള്ള മർദ്ദനം ഏറ്റിട്ടുണ്ട്. പലപ്പോഴും ഈ മർദ്ദനങ്ങളൊക്കെ തന്നെ ബന്ധുക്കളിൽ നിന്നും ഒളിച്ച് വയ്ക്കുകയായിരുന്നു ഈ പെൺകുട്ടി. ഇതിനിടയിൽ 2 വർഷം മുമ്പും ഇത്തരത്തിൽ മർദ്ദനമേറ്റപ്പോഴേക്കും ഒരു കേസ് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പിന്നീട് ഈ സതീഷ് തന്നെ ഇടപെട്ട പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഈ ജോലി വാങ്ങിക്കൊടുക്കാം എന്ന് പറഞ്ഞ് ഷാർജയിലേക്ക് കൊണ്ടുപോയത്. ഇടയ്ക്ക് അതുല്യയുടെ അച്ഛനും അമ്മയും ഒക്കെ അവിടെ എത്തിയിരുന്നു. ഒരു മകളുണ്ട്. അവർ ഇപ്പോൾ അതുല്യയുടെ അച്ഛനും അമ്മയ്ക്കും ഒപ്പമാണ്. 10 വയസ്സുള്ള കുട്ടിയാണ്. പലപ്പോഴും ആവർത്തി പല സ്ഥലത്ത് വെച്ച് വലിയ തരത്തിൽ പെൺകുട്ടിക്ക് മർദ്ദനമേറ്റിട്ടുണ്ടെന്ന് തന്നെയാണ് അടുത്ത ബന്ധുക്കൾ പറയുന്നത്. ഒപ്പം അവരുടെ അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട്. രാജശേഖരപിള്ള പറയുന്നത്, ഒരു കാരണവശാലും പെൺകുട്ടിയെ ആത്മഹത്യ ചെയ്യില്ല, ഇതൊരു കൊലപാതകം തന്നെയാണ്. കാരണം വ്യത്യസ്ത മാനസിക നിലയുള്ള അല്ലെങ്കിൽ വളരെ വൈകൃതമായ ഒരു മാനസിക നിലയുള്ള ഒരാളാണ് സതീഷ് ചന്ദ്രൻ പറയുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണുമ്പോഴും വ്യക്തമാണ്, കസേര ഉപയോഗിച്ച് തലയ്ക്കടിക്കാനും കത്തി ഉപയോഗിച്ച് കുത്താനും കൈ
കൈകൾ പിടിച്ച് തിരിക്കാനും ഒക്കെ ശ്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയതാണ്. അതിൽ കാണാൻ കഴിയുന്നതാണ്. അത്തരത്തിൽ കൊടിയ പീഡനം ഈ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത് ആ പെൺകുട്ടി പലപ്പോഴും അടുത്ത കൂട്ടുകാരിയോട് പറയാറുണ്ടായിരുന്നു. ഈ തെളിവുകളെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത് അതുല്യയുടെ മരണം ഒരിക്കലും ആത്മഹത്യയാവില്ല, ഒരു പക്ഷേ കൊലപാതകം എന്ന് തന്നെയായിരിക്കും എന്ന് അവർ പറയുന്നുണ്ട്. മാത്രമല്ല ആദ്യം സതീഷ് അവരുടെ ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളെ അറിയിച്ചത് അതുല്യ ബോധമില്ലാതെ നിലത്ത് കിടക്കുന്നു, ശരീരം തണുത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ബന്ധുക്കൾ അവിടെ എത്തിയപ്പോഴേക്കും അതുല്യയെ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തപ്പെടുന്നത്. അങ്ങനെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പലപ്പോഴായി സതീഷ് പറഞ്ഞിരിക്കുന്നു. ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം ബന്ധുക്കൾ പറയുന്നത് ഇതൊരു ആത്മഹത്യയല്ല, അതുല്യയുടേത് ഒരു കൊലപാതകം തന്നെയാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ബന്ധുക്കൾ. തീർച്ചയായും ബിനോയ്, സന്ദേശത്തിൽ വ്യക്തമാണ് അതുല്യ നേരിട്ടത് അതിക്രൂരമായിട്ടുള്ള പീഡനമാണ്, സഹിക്കാൻ പറ്റുന്നില്ല, ധൈര്യമില്ലാത്തത് കൊണ്ടാണ് ആത്മഹത്യ ചെയ്യാനാകുന്നില്ല എന്ന ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നത്. മാതാപിതാക്കൾ അടക്കം പറയുന്നുണ്ട് മകൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്യില്ല എന്നുള്ള കാര്യം. ഇപ്പോൾ അന്വേഷണം, ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അതുപോലെ തന്നെ ഈ സതീഷിന്റെ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഇന്നലെ രാത്രി തന്നെ ചവറ തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനിലെ SHO സ്റ്റേഷൻ ഹെഡ് അവിടെ എത്തിയിരുന്നു. ഒപ്പം വനിതാ പോലീസുകാരുമായിട്ട് എത്തിയാണ് ഈ അച്ഛൻ്റെയും അമ്മയുടെയും മൊഴി രേഖപ്പെടുത്തിയത്. അവർ കൃത്യമായി ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു. കാരണം 11 വർഷമായി കല്യാണം കഴിഞ്ഞെങ്കിൽ തന്നെയും കഴിഞ്ഞ കുറേ നാളുകളായി ഈ അതുല്യ വലിയ തരത്തിലുള്ള മാനസിക ശാരീരിക പീഡനത്തിന് ഇരയായിട്ടുണ്ട്. ഒപ്പം വലിയ രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൊലപാതക കുറ്റത്തിനും സ്ത്രീധന പീഡനത്തിനും ഗാർഹിക പീഡനത്തിനും പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ നിയമങ്ങളനുസരിച്ച് കേസെടുത്ത് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും സതീഷിനെതിരായി മൊഴി കൂടി രേഖപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ സതീഷിന് പോലീസിൻ്റെ മുന്നിൽ രക്ഷപ്പെടാനാകില്ല എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ നിയമപരമായി സതീഷിനെ ചോദ്യം ചെയ്യണമെങ്കിലും സതീഷിനെ നാട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിലും ഇനി എംബസിയുടെ ഇടപെടൽ ഉൾപ്പെടെ ആവശ്യമാണ്. കാരണം കൊലപാതക കുറ്റം തുടരുക. ഇപ്പോൾ തേവലക്കര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അനിൽ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചെയ്യുന്നുണ്ട്. ശ്രീമതി ബിന്ദു അനിൽ, അതിക്രൂരമായ പീഡനമാണ് അതുല്യ നേരിട്ടത്. ഇപ്പോൾ ഭർത്താവ് സതീഷിൽ നിന്ന് നേരിട്ടത് അതിക്രൂരമായ പീഡനമാണ്. ശബ്ദ സന്ദേശം അടക്കം പുറത്തു വരുന്നുണ്ട്. എങ്ങനെ പ്രതികരിക്കുന്നു ഈ വിഷയത്തിൽ? തീർച്ചയായും ഇത് വളരെ ക്രൂരമായി പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയാണ് അതുല്യ. വിവാഹശേഷം ആദ്യത്തെ ഒരു വർഷത്തിന് ശേഷം തന്നെ അവരുടെ ജീവിതത്തിൽ അസാരസ്യങ്ങൾ ഉണ്ടാവുകയും വളരെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സൈക്കോ രീതിയിലുള്ള മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ക്രൂര പീഡനത്തിനിരയായിട്ടാണ് അതുല്യ മരിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ വിവാഹശേഷം ഒരു 4 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഗാർഹിക പീഡനത്തിന് കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് അതിൻ്റെ കൗൺസിലിംഗ് നടക്കുന്ന സമയത്ത് വന്ന് അതുല്യയോട് മാപ്പ് പറയുകയും കാല് പിടിച്ച് മാപ്പ് പറയുകയും ഇനി ആവർത്തിക്കത്തില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് വിളിച്ചുകൊണ്ട് പോയതാണ്. മാതാപിതാക്കൾ പറയുന്നുണ്ട് മകൾ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യില്ല എന്നുള്ള കാര്യം. ഇപ്പോൾ സതീഷിനെതിരെ കൊലക്കുറ്റമടക്കം ചുമത്തിയിരിക്കുന്നുണ്ട്. ഈ അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ്? ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ടോ? പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചകളൊന്നുമില്ല. ഈ സംഭവത്തിന് ശേഷമാണ് തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനിൽ മാതാവ് പരാതി നൽകുകയും അതിനുശേഷം വന്ന് മാതാവിന്റെയും പിതാവിന്റെയും മൊഴിയെടുക്കുകയും അതിന് വേണ്ടുന്ന നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചകളൊന്നും ഉണ്ടായിട്ടില്ല. ഈ കുടുംബത്തെ നേരത്തെ അറിയുന്നതാണോ? എങ്ങനെയാണ് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? കുടുംബമായിട്ട് ഏറ്റവും നല്ല ബന്ധമാണ് എനിക്കുള്ളത്. അതുല്യയുടെ അമ്മയുമായിട്ട് ആ കുടുംബമായിട്ടും ഒക്കെ ഏറ്റവും വളരെ നാളുകളായിട്ടുള്ള ബന്ധമാണുള്ളത്. എപ്പോഴും നല്ല പ്രസന്നവതയായി സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിരുന്ന ഒരു കുട്ടിയാണ് അതുല്യ. പലപ്പോഴും സതീഷുമായിട്ടുള്ള വിവാഹബന്ധം ഏർപ്പെടുത്തുന്ന കാര്യം പറയുമ്പോൾ മകൾക്ക് വേണ്ടി ജീവിക്കണം, ഒരിക്കലും ഞാൻ ആത്മഹത്യ ചെയ്യില്ല, ഏതെങ്കിലും രീതിയിൽ ഞാൻ മരണപ്പെട്ടാൽ അത് വേറെ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചോളണം എന്ന് അമ്മയോട് പലതവണ അതുല്യ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും മകൾക്ക് വേണ്ടി, മകളെ ഓർത്ത് എല്ലാം സഹിക്കുന്നു എന്നാണ് അതുല്യ പറഞ്ഞുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും അതിക്രൂരമായിട്ടുള്ള പീഡനം തന്നെയാണ് അതുല്യ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കുമല്ലേ കുടുംബത്തിന്റെ തീരുമാനം? തീർച്ചയായും കൊല്ലത്തിന്റെ ബഹുമാന്യനായ MP NK പ്രേമചന്ദ്രൻ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് അതിനു വേണ്ടുന്ന കാര്യങ്ങൾ നീക്കി തുടങ്ങി. അതുപോലെ തന്നെ അവിടുത്തെ മലയാളി അസോസിയേഷൻ പ്രവർത്തകരും എല്ലാം അതുല്യയുടെ സഹോദരി അതുല്യയോടൊപ്പം
ഷാർജയിൽ എല്ലാ സഹായങ്ങളുമായിട്ട് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. ശരി, നന്ദി ശ്രീമതി ബിന്ദു അനിൽ. തേവലക്കര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ടുള്ള ബിന്ദു അനിലാണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചത്. ബിനോയുണ്ട്. ബിനോയ്, തുടരാം. തീർച്ചയായും അവിടുത്തെ വാർഡിൻ്റെ ചുമതലക്കാരി കൂടിയാണ് ബിന്ദു അനിൽ. അവർ പറഞ്ഞത് കൃത്യമാണ്. കാരണം ഗാർഹിക പീഡനത്തിന് നേരത്തെ തന്നെ കോടതിയിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. അത് 5 വർഷം മുമ്പായിരുന്നു ആ കേസ്. അതിൽ കൗൺസിലിംഗ് നടക്കുന്ന സമയത്ത് തന്നെ ഈ സതീഷ് നേരിട്ടെത്തി അതുല്യയോട് സംസാരിക്കുകയും താൻ ഇനി മർദ്ദിക്കില്ല എന്നും എല്ലാം മറക്കണമെന്നും ഒക്കെ പറയുകയും അത് കോടതിക്ക് മുമ്പിൽ ഏറ്റുപറയുകയും ചെയ്തതിന് ശേഷം കൗൺസിലറുടെ മുമ്പിൽ വെച്ച് തന്നെ ഒത്തീർപ്പാക്കി പിരിയുകയായിരുന്നു. അതിനുശേഷം അതുല്യെ വീണ്ടും നാട്ടിൽ നിന്നും ഷാർജയിലേക്ക് കൊണ്ടുപോയി. ഷാർജയിൽ എത്തിച്ചതിന് ശേഷം ജോലി വാങ്ങിച്ചു കൊടുക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. അതിന് തൊട്ട് പിന്നാലെ വലിയ തരത്തിലുള്ള പീഡനം ഈ അതുല്യ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം അതുല്യയോട് പല ആവർത്തി അതുല്യയുടെ അച്ഛനും അമ്മയും പറഞ്ഞുകൊണ്ട് ഈ സതീഷുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് നാട്ടിലേക്ക് മടങ്ങണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴും തൻ്റെ മകൾക്ക് വേണ്ടിയാണ് താൻ ജീവിക്കുന്നത് എന്നാണ് അതുല്യ മറുപടി നൽകിയിരുന്നത്. പക്ഷേ ഒരു കാര്യത്തിൽ അതുല്യ അച്ഛനും അമ്മയ്ക്ക് ഉറപ്പ് നൽകിയിരുന്നു, താൻ ഒരിക്കലും ഈ വിഷമതകൾ കൊണ്ട് ആത്മഹത്യ ചെയ്യില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള മരണം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യമായിരിക്കും എന്ന് മാത്രം അതുല്യ ഓർമ്മിപ്പിക്കുമായിരുന്നു. കാരണം ആ ശബ്ദ സന്ദേശത്തിലൊക്കെ വളരെ കൃത്യമായി അതുല്യ അവളുടെ മനോവേദന കൃത്യമായി പറയുന്നുണ്ട്. അത്രയധികം ആ മനോവേദന ആ കുട്ടി അനുഭവിച്ചു എന്നുള്ളതാണ്. കാരണം വീട്ടിലേക്ക് ഫോൺ ചെയ്യാൻ പോലും അനുവദിക്കുന്നില്ല. രാത്രി നിലത്താണ് കിടന്നുറങ്ങുന്നത്. ഉറങ്ങുന്ന സമയത്ത് തലയിലൂടെ പുതപ്പ് ചൂടിയതിന് ശേഷം ആണ് അമ്മയെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഉണ്ടാകുന്ന മർദ്ദനങ്ങൾ, ഗാർഹിക പീഡനങ്ങൾ ഒക്കെ തന്നെ കൃത്യമായും ആ പെൺകുട്ടിയെ അമ്മയെ അറിയിച്ചിരുന്നു. അപ്പോഴൊക്കെ അമ്മ സമാധാനിപ്പിച്ചിരുന്നു, നാട്ടിലേക്ക് തിരിച്ചു വരാൻ ആവശ്യപ്പെട്ടിരുന്നു. ഒപ്പം സതീഷുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാനൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തന്നെയും ആ മകൾക്ക് വേണ്ടി, അതുല്യയുടെ 10 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനു വേണ്ടിയായിരുന്നു അതുല്യ ഇത്രയധികം ബുദ്ധിമുട്ടി മർദ്ദനം ഏറ്റുവാങ്ങി ഷാർജയിൽ കഴിഞ്ഞതെന്ന് തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത്. എന്തായാലും നിയമപരമായ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കൊല്ലത്തിൻ്റെ MP NK പ്രേമചന്ദ്രൻ ഇടപെട്ട് കഴിഞ്ഞിരിക്കുന്നു. എംബസിക്ക് പരാതി കൊടുത്തിരിക്കുന്നു. ഇനി താമസിയാതെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് അദ്ദേഹം കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളുമായും വിദേശകാര്യ മന്ത്രാലയവുമായിട്ടൊക്കെ അദ്ദേഹം ഇടപെടും എന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ NK പ്രേമചന്ദ്രൻ്റെ ഓഫീസിൽ നിന്നാണ് ആ വിവരങ്ങൾ നമുക്ക് ലഭിച്ചത്. ഇന്നലെ രാത്രി തന്നെയായിരുന്നു എംബസിക്ക് പരാതി നൽകിയത്. ഇന്ത്യൻ എംബസിക്കാണ് പരാതി നൽകിയിട്ടുള്ളത്. തുടർ നടപടികൾ അവിടെ നടക്കും. ഒപ്പം നാളെ രാവിലെയോടുകൂടി തന്നെ അതുല്യയുടെ അനുജത്തിയ അഖില മൊഴി നൽകും. മൊഴി നൽകാൻ നാളെ ചെല്ലാനാണ് അവരോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ മൊഴി നൽകിയതിന് ശേഷം മാത്രമേ ഈ മറ്റ് നടപടിക്രമങ്ങൾ, അതായത് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ അവിടെ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അത്തരം നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. സതീഷ് ഇപ്പോഴും പോലീസ് നിരീക്ഷണത്തിലാണ്. ഇപ്പോഴും സതീഷ് പറയുന്ന ആത്മഹത്യ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട്. എന്തായാലും എംബസി ഇടപെട്ട് കഴിഞ്ഞാൽ അവിടുത്തെ ഷാർജ പോലീസ് ഇടപെടും. അത് കഴിഞ്ഞ് നിയമപരമായുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും. ഒപ്പം ഇവിടെ സംസ്ഥാനത്തു നിന്നുള്ള കേരള പോലീസിൻ്റെ ഒരു മഹസർ കൂടി തയ്യാറാക്കി FIR കൂടി അവിടുത്തെ പോലീസിന് കൈമാറും. അങ്ങനെ നിയമപരമായി ഒരു പോരാട്ടം നടത്തി സതീഷിനെ നാട്ടിലെത്തിച്ച് നടപടിക്രമങ്ങൾ നടത്താനാണ് ഇപ്പോൾ കുടുംബം ആലോചിക്കുന്നത്. ശരി ബിനോയ്, ഷാർജയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശി അതുല്യ ഭർത്താവ് സതീഷിൽ നിന്ന് നേരിട്ടത് അതിക്രൂര പീഡനം. മരിക്കുന്നതിന് തൊട്ടു മുൻപ് അതുല്യ സഹോദരിക്ക് അയച്ച ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നത്. സഹിക്കാൻ പറ്റുന്നില്ലെന്നും ധൈര്യമില്ലാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്യാനാകുന്നില്ല എന്നുമാണ് ഈ ശബ്ദ സന്ദേശത്തിലുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ബിനോയ്.